എൽസോത്തിന്റെ വീട്ടിൽ പോയി എൽസോത്തിനെ കണ്ടു. പക്ഷെ എൽസോത്ത് പറഞ്ഞ ഒരു കാര്യവും നമുക്ക് വീഡിയോ ഇടാനോ ഒന്നും പറ്റുന്നതല്ല. സമാധാനമായി തൃക്കാക്കര സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന 25,000 രൂപയൊക്കെ മേടിച്ച് FIR എഴുതിയ ഊച്ചാളി പോലീസെ നാളെ ഉൾപ്പുണ്ടോ തോക്കില്ലെന്ന് പറയാൻ. നമ്മുടെ അജു, അതായത് ചെകുത്താൻ കഴിഞ്ഞ ദിവസം എലിസബത്ത് ഉദയന്റെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എലിസബത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ചാനലിലൂടെ പറയാൻ പോലും കഴിയാത്ത രീതിയിലാണ്. ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ്, അതേപോലെ റേപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആക്ടർ ബാലയിൽ നിന്നും എലിസബത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ല, പുരസ്കാരങ്ങൾ പോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഒരു 1.5 വർഷത്തിന് ശേഷം ഒരു ധൈര്യം എവിടുന്നോ ഉണ്ടാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴും അവർ മുഖം കാണിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. അയാൾ ശബ്ദം റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ക്രീൻഷോട്ട്, ഒരു പെണ്ണുണ്ടല്ലോ, ഏതോ ഒരു പെണ്ണ് ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നുകൊണ്ട് അവരെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന ആ ഒരു സ്ത്രീയുടെ കുറെ കമന്റുകൾക്കുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ആക്ടർ ബാല തന്നോട് ചെയ്ത എല്ലാ ഊളത്തരങ്ങളും തുറന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ വീഡിയോന്റെ മുന്നിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ വീഡിയോന്റെ മുന്നിൽ സംസാരിക്കാനും മാത്രമുള്ള ആ ഒരു ബോൾഡ്നെസ് അവർക്കില്ല. പേടിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും കംപ്ലൈന്റ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിൽ അക്രമങ്ങൾ അവർക്ക് നേരെ ബാല അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇപ്പൊ ഇതാ നമ്മുടെ ഈ ഒരു അജു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അന്ന് തോക്കുമായിട്ട് വന്ന ബാലയെ കുറിച്ച് എലിസബത്ത് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പിട്ട വീഡിയോയിൽ കൃത്യമായി പറഞ്ഞപ്പോ അജുന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ തന്നെയാണ് അവരെ കാണേണ്ടത്. അന്ന് കേസ് കൊടുത്തിട്ട് പോലും പോലീസുകാർ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. തോക്കുണ്ടായിരുന്നു എന്നുള്ള സാധനം തോക്കില്ലായിരുന്നു എന്ന രീതിയിലേക്ക് മാറി. ആറാട്ടണ്ണനെ പോലും അന്ന് കരുവാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അജു ആ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ അവസ്ഥ അത് കാണിച്ചു തരുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അത്രേ കാര്യം പറയാനുള്ളൂ. ആക്ച്വലി എനിക്ക് നേരത്തെ ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഒരു കുറ്റബോധ സംഭവം അറിഞ്ഞിട്ട് പോയതല്ല. പക്ഷെ എന്നാലും ഞാനതില് ഉൾപ്പെട്ട ഒരാളാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങള് ഇനി നമ്മളതിനെ ഭയങ്കര ദുഷ്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ റിയാക്ഷൻ പോസിറ്റീവ് ഉണ്ടായിരുന്നില്ല. കണ്ടപ്പോ ശരിക്കും അപ്പൊ എല്ലാവരുടെയും മുന്നിൽ എനിക്കൊരു സോറി പറയണമെന്നുണ്ട്. കേട്ടില്ലേ, അന്നുണ്ടായ സംഭവം അന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് കാലിന്റെ മുകളിൽ ചങ്ങല ഇട്ടതിന് തുല്യമായിട്ടായിരുന്നു. കാരണം ബാലയുടെ വീട്ടിലേക്കാണ് വീണ്ടും പോവേണ്ടത് അല്ലെ. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ സത്യം പറയാച്ചാൽ ആ ഒരു ദിവസം ഇപ്പോ ചെകുത്താനെ കാണാൻ പോകുന്നു, എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാനൊക്കെ ആകാം എന്നുള്ള ധാരണയിലാണ് കൂടെ പോകുന്നത്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അടിപൊളിയായി ഒരു ഐസ്ക്രീം ഒക്കെ തിന്നാം എന്നുള്ള ധാരണയിലാത്രേ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണുന്നത്. സത്യത്തിൽ ഭാര്യയുടെ മുന്നിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി തോക്കൊക്കെ എടുത്ത് പോയതാണെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്നാൽ പോലും അന്നത്തെ പോലീസുകാര് അയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അന്ന് തോക്ക് ചൂണ്ടിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ അതിനൊന്നും എന്താ പറയാ, അതാണ് അവസ്ഥ. പൈസ ഉള്ളവൻ എന്തും ആകാന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും അവർ ആ സോറി പറയുകയാണ്. എന്തായാലും സ്വീകരിച്ചിട്ടൊന്നുമില്ല ചെകുത്താൻ. അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല. അങ്ങനെയൊക്കെ അവിടെ കൂടെ പോയി ഓക്കെ, അവര് സംഭവം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ പറയുന്നോണ്ട് ഗുണമൊന്നുമില്ല, ഒരു സോറി പറഞ്ഞോണ്ട് ഗുണമൊന്നുമില്ല. നാറാനുള്ളത് മുഴുവൻ ചെകുത്താൻ എന്ന് മാറിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചെകുത്താന്റെ വലിയ ആരാധകനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മണ്ടത്തരാണത്. കാരണം അയാളുടെ പല സ്റ്റേറ്റ്മെന്റുകളും എനിക്ക് താല്പര്യമില്ലാത്തതാണ്. ഈ വിഷയത്തിൽ എന്തായാലും പൈസ ഉള്ളം കയ്യൂക്കുള്ളം കാര്യക്കാരൻ എന്നുള്ള ഒരു കാര്യം വന്നപ്പോ ചെകുത്താനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അന്ന് തോക്ക് ചൂണ്ടിയിരുന്നു എന്നുള്ള കാര്യം ഇയാൾ പറയുമ്പോൾ അത് പോലീസുകാർ ഒരിക്കലും സമ്മതിച്ചു കൊടുത്തില്ല എന്നുള്ളതാ. അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ദൃക്സാക്ഷി ഇതാ പറയുന്നത്. ഇനി ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ പണി കൊടുക്കാം എന്നുള്ളതാ. ഒന്ന് മാക്കിനെ കൂടി വിളിക്കാൻ പറ്റുമോ? ആറാട്ടനെയും പുള്ളി പറ്റിച്ചാ കൊണ്ടുവന്നിരുന്നു. അത് വേഗം പ്രയോഗിച്ച് കൊണ്ടുവന്നവനായിരുന്നു. അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം. ഞങ്ങൾക്ക് ഹലോ മാക്, ഹലോ അതെ പറ എടാ പറയുന്നത്. ഞാനിപ്പോ എലിസബത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ. എലിസബത്ത് ഇല്ലേ? എലിസബത്തിന്റെ വീട്ടില് ചുമ്മാ വന്ന പുള്ളിക്കാരെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പഴാ കാണാൻ പറ്റിയത്. എലിസബത്ത് ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു. ചെറുതായിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ. പുള്ളിക്കാരിക്ക് എന്തോ സോറി പറയാൻ തോന്നിയിരുന്നു, എന്തൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിന്നെ കോൾ ചെയ്താ.
നമ്മളല്ലാതെ സീരിയസ് ആയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ. കാരണം അതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കണ്ട. ഇത് കേട്ടോ. ഹലോ ചേട്ടാ, അന്ന് നമ്മള് കാറിൽ വെച്ച് കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഒരു ആക്ച്വലി സോറി പറയുന്നുണ്ടായിരുന്നു. മാറി. പക്ഷെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. ആക്ച്വലി നേരത്തെ കോണ്ടാക്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ എനിക്ക് അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ലേ? ഞാൻ കാണുന്നുണ്ടല്ലോ, ഞാൻ പേടിച്ചിരിക്കുകയാണ്. അവനും പേടിച്ചിരിക്കുക. അന്ന് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഫോൺ വിളിച്ചിട്ടുള്ളത്. ആളോടും പറയാണ് സോറി എന്നുള്ളത്. ഒരു വലിയ ഗിൽറ്റി ആയിട്ട് തോന്നി. അന്ന് ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് പറയാൻ തോന്നുന്നു എന്നുള്ളതാണ്. അത് ചെകുത്താൻ അങ്ങോട്ട് ചെന്നത് കൊണ്ടാണ്. അവരൊരുപാട് ഭയത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് വന്നത്. എന്താണ് നാളെ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. കാരണം നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരാളായിട്ടാണ് കളിക്കുന്നത്. എന്നാൽ ഇവർക്കെതിരെ ഉണ്ടായ ഇത്തരം അക്രമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പോലും ഒരു തരത്തിലെ ഒരു വനിതാ കമ്മീഷൻ പോലും അവരെ, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലും അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അവരത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആറാട്ടണ്ണനെ പോലും പറ്റിച്ചുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എന്താ ചെയ്യാ. ആറാട്ടണ്ണനെ പിന്നെ അന്ന് ആരും വിശ്വസിച്ചില്ല കേട്ടോ. അയാള് ആദ്യം പറഞ്ഞില്ല, പിന്നെ ഉണ്ട് എന്ന് മാറി മാറി പറഞ്ഞതുകൊണ്ട് അന്ന് വിശ്വസിച്ചില്ല. പക്ഷെ എന്താ ചെയ്യുക, ഇതൊക്കെ തുറന്നു പറയേണ്ട സമയങ്ങളിൽ തുറന്നു പറയുക. ജയിലിൽ അടക്കേണ്ടവരെ ജയിലിൽ അടക്കുക തന്നെ വേണം. ഒരു വലിയ ക്രൈമാണ് അവിടെ നടന്നത്. ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ചെന്ന് അതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. അതുകൂടാതെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പൈസ ഉള്ളവൻ എന്തുമാകാം എന്നുള്ള ഒരു കാര്യം. കൊള്ളാം. എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആകെ പറയാൻ പറ്റുന്നത് ഒരു പോലീസ് കേസ് കംപ്ലൈന്റ്, കോർട്ട്, എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയേണ്ടി വരും. അല്ലാതെ ഒരാളോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിലും ഇതിനകത്തൊക്കെ തനിക്ക് തന്റെ പ്രൊഫൈലിൽ ഇടുന്നവരല്ല വേറെ ആരും കിട്ടാൻ വയ്യ. ഓക്കെ, ശരിയാണ്. താങ്കൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ താങ്കൾ തന്നെയാണ് പുറം ലോകത്തേക്ക് അറിയിക്കേണ്ടത്. പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക. അതേപോലെ പിണറായി മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പിനൊക്കെ ഒരു പരാതി കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഹണി റോസിന്റെ വിഷയത്തിലൊക്കെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവുന്നത് അവർ പരാതിപ്പെട്ടത് കൊണ്ടാണ്. പരാതിപ്പെടാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അയാളെ കുറിച്ചിട്ടുള്ള എല്ലാ ധാരണകളും ജനങ്ങളിലേക്ക് എത്തും, അല്ലെ? അപ്പൊ അത്രേ കാര്യമുള്ളൂ. ഇത് നിങ്ങൾ കോടതിയിൽ എത്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് തന്നെ ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം ഇവിടെ അജു കൊടുത്തു, ചെകുത്താൻ കൊടുത്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കേസ് കൊടുക്കാൻ ശ്രമിക്കണം, പറ്റുന്ന ഒരു അവസ്ഥയിലും അല്ല. അവര് ഭയങ്കര പേടിച്ചൊക്കെ ഇരിക്കുന്ന ആളുകൾ. അതുകൂടാതെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഹൺറോസിനൊക്കെ കിട്ടിയ പോലത്തെ നിയമസഹായങ്ങളൊക്കെ ഇവർക്ക് അതിൽ കൂടുതൽ സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണ്. ഒന്നും പറഞ്ഞതുപോലെ നല്ല ഇത് ഭയങ്കര കൂടിയ പരിപാടിയാണ്. അത്രയും ക്രൂരനായ ഒരു മനുഷ്യനാണ് ഈ ബാല. അവനിങ്ങനെ ഇറങ്ങി നടക്കാൻ പോലും അർഹതയില്ല ശരിക്കും. അവനുടെ ശരിക്കും അവനെ അറസ്റ്റ് ചെയ്ത് അകത്ത് കയറ്റി ജയിലിൽ കൊണ്ടുവരേണ്ട ടൈപ്പ് സാധനം. ഓക്കെ, എനിക്ക് എലിസബത്തിന്റെയും അതുപോലെ അമൃതയുടെ ഒക്കെ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം അതാണ്. ഇയാൾ ഒരുപാട് ഊളത്തരങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വേലക്കാരുടെ മുന്നിൽ ഇട്ടുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യത്തെ അയാളുടെ വീട്ടിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു നമ്മൾ കണ്ടതാണ്, അല്ലെ? ഇവിടെ ചീറ്റിംഗ് കേസ്, അതുകൊണ്ട് ഡൊമസ്റ്റിക് വയലൻസ്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. ഇതൊക്കെ അയാളുടെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇവര് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കേണ്ടതായിട്ടൊന്നുമില്ല. ഒരു ജീവിതത്തിലുണ്ടായ ഒരു കടുത്ത ഏടുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരും. പേടിച്ചിട്ട് തന്നെ ജീവിക്കുന്നുണ്ടാവുക. കാരണം ബാലയെ പോലുള്ള ആളുകളായിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. കേസില് ഇപ്പൊ ഈ യൂട്യൂബിലോട്ടോ വീഡിയോ അവർ പറയുന്നുണ്ടല്ലോ, ബാലവേല ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടോ, റേപ്പ് അടക്കം പറയുക. അത് മീഡിയ വാർത്ത വരെ വന്നിട്ട് പോലും പോലീസുകാർ തിരിഞ്ഞു നോക്കുന്നില്ല. അതെന്താ അതല്ലേ? അതും ഒരു ഡോക്ടറാ പറയുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത് ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാൻ പോലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് പേടിയുണ്ട് ഇവനെയൊക്കെ. നല്ല പേടിയുണ്ട്. പോലീസ് സ്റ്റേഷൻ കൊടുത്താൽ കൊന്നുകളയും പേടിയുണ്ട്. അവര് ഈ വീഡിയോ കിട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. എന്നാ ചിലപ്പോ ബാലെ അറസ്റ്റ് ചെയ്യുമായിരിക്കും. കാര്യമില്ല പറഞ്ഞത്. ഇത് ന്യൂസിൽ പോലും വന്ന ഒരു വിഷയത്തെ സ്വമേധയാ പോലീസുകാർ കേസെടുക്കേണ്ട, വനിതാ കമ്മീഷന്റെ ഇടപെടലുകൾ നടത്തേണ്ട ഒരു വിഷയത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നിരന്തരം സംസാരിക്കുന്നത്. ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിന് ആരും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ മോശമല്ലേ? അല്ലേ? ചോദിക്കുകയാണ്.
ആ ഒരു സ്ത്രീക്ക് ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു മെന്റലി സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ വലിയ രീതിയിൽ പേടിച്ചുകൊണ്ട് തന്നെയാവും ജീവിക്കുന്നുണ്ടാവുക. ഈ ബാല എന്ന് പറയുന്ന മനുഷ്യൻ വലിയ പൈസക്കാരനാണേ. അയാളെ സപ്പോർട്ട് അയാൾ പറയാം എന്റെ ഫാൻസിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നത്. അയാൾക്ക് ഏത് ഫാൻസാ ഉണ്ടാവുക, ഏത് മനോഭാവമുള്ള ഫാൻസാ ഉണ്ടാവുക എന്ന് പറയാനൊന്നുമില്ല. എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് ബാലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ രണ്ട് സ്ത്രീകൾ ഒരേ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സ്ത്രീകളുടെ വാക്കുകളെ ഒരിക്കലും വിശ്വസിക്കില്ല എന്നുള്ളതാണോ? ഈ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അയച്ച് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് ആ ഫാമിലിയുടെ മുന്നിലേക്ക് തന്നെ നമ്മൾ ചുവരിലേക്ക് എറിഞ്ഞ പന്ത് പോലെ തിരിച്ചു വരികയാണ് ഈ പെൺകുട്ടി. അത് ഒരുപാട് പരിക്കുകളോടെയാണ് വരുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ. എവിടെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ, എവിടെ വനിതാ കമ്മീഷനൊക്കെ ആ സ്ത്രീക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പരിഗണനകൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ചോദ്യമാണ്. ഉറപ്പുണ്ടോ? എന്റെ പൊന്ന്, ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും വന്ന് മുഖ്യമന്ത്രി വന്ന് കാണിക്കാവൂ. മുഖ്യമന്ത്രി അറിയേണ്ട കേസായത് ശരി, മുഖ്യമന്ത്രിയാണ് അറിയേണ്ടത്, അല്ലാതെ വേറെ ആർക്കും വരുന്നത്. നേരിട്ട് മുഖ്യമന്ത്രി അടുത്ത് ഞാൻ പോയി പരാതി കൊടുത്താൽ ഞാൻ കൊടുക്കും. അവര് പോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടൊന്നും പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അങ്ങനെ കൊച്ചിനാണെങ്കിലും മനസ്സിലായോ, വീഡിയോ ഒക്കെ എപ്പോഴും ഭയങ്കര ധൈര്യം സംഭരിച്ചിടുന്നതാ, അതിനത്രയും പേടിച്ചിട്ടിരിക്കുക. തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് അത്രമാത്രം ധൈര്യമൊന്നുമില്ല, സംഭരിച്ചെടുക്കുകയാണ്. കാരണം ഇപ്പൊ ഞാൻ വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിക്കുന്നതിന്റെ ഇടയിൽ പോലും ഒരുപാട് തെറ്റുകൾ പറ്റാറുണ്ട്. അത് നിങ്ങൾക്ക് കാണാനുണ്ടോ? ജമ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാറുണ്ട് അല്ലെ? ഇവര് ഒരു വീഡിയോ വന്ന് എടുക്കുന്ന സമയത്ത് അത് ലൈവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പലതും വിട്ടുപോകുന്നുണ്ടാവും അവര്. പക്ഷെ ഭയങ്കര പേടിയുള്ളതുപോലെ പല വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ ഭയങ്കര ശബ്ദമുള്ള ഒരു സ്ത്രീ ഒന്നല്ല, അങ്ങനെ ശബ്ദമില്ലാത്ത സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അവർക്ക് മെന്റലി ഒരു ധൈര്യം കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ഒരു വനിതാ കമ്മീഷന്റെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ വേണം. അവർ എത്ര കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, എന്തുകൊണ്ട് അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കൃത്യമായ രീതിയിൽ ഒരു പരാതിപ്പെടാൻ ആരും സഹായിക്കുന്നില്ല. ചെകുത്താൻ അവിടെ പോയി അവർക്കൊരു സഹായം എന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഒരു ധൈര്യം കൊടുത്തിട്ടുണ്ടാകാം. ആ ധൈര്യം കൊടുത്തതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ആരാണെങ്കിലും അവരെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും കടമ അത് തന്നെയാണ്. കണ്ടു പരിചയപ്പെടണ്ടേ നമ്മള്? പിന്നെ അതുമല്ല, മറ്റേ തോക്കുകാരിയൊക്കെ പുള്ളിക്കാരി വീഡിയോ ഇട്ട് പറയുകയും ചെയ്തു തോക്കുമായിട്ട് വന്നത്. ഇപ്പൊ പോലീസുകാർക്ക് സമാധാനമായിക്കാണ്. തൃക്കാക്കര സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന 25,000 രൂപയൊക്കെ മേടിച്ച് FIR എഴുതിയ ഊച്ചാളി പോലീസേ നാളെ ഉടുപ്പുണ്ടോ തോക്കില്ലെന്ന് പറയാൻ. ഇന്ന് വീട്ടിൽ ചെന്നേക്കും അവരുടെ വീട്ടിൽ പോയി ചായയും കുടിച്ച് നേരാണ്ട് ചിപ്സ് കൊടുത്തപ്പോ അതും തിന്ന് വീണ്ടും 5,000 രൂപ കൂടെ മേടിച്ചാണ് ചെറുപ്പല്ലേ. അതിൽ കൂടുതലും കിട്ടുകയാണ്. അത്രയ്ക്ക് വിലയില്ലാത്ത പോലീസ്, തറ പോലീസ്, ഒരു തെണ്ടി പോലീസ് ആരായാലും നട്ടാപ്പിച്ച മേടിച്ച് തോക്കില്ലെന്ന് പറഞ്ഞ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനത്തെ ഒരു സല്യൂട്ടാ നിങ്ങൾക്ക് വേണ്ട. ആ തെണ്ടി പോലീസ് ആരായാലും നാണ ഉളുപ്പമില്ലാത്ത ഒരു നാറി പോലീസ്. പിന്നെ പിണറായി വിജയൻ ഇതൊക്കെ അറിഞ്ഞിരിക്കും ഇവിടുത്തെ തെണ്ടികൾ കാണിക്കുന്നത്. നിങ്ങളുടെ എന്താ ഓക്കെ, കൈകൊള്ളവൻ കാര്യക്കാരൻ, കായുള്ളവനും കാര്യക്കാരൻ എന്നുള്ളതാണ്. പൈസ ഉള്ള ആളുകളുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആ കേസുകളിൽ നിന്ന് ഊരിപ്പോരാനും കൂടി കഴിയുന്ന ഒരു രാജ്യമാണത്. ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കായുള്ളവന് കാര്യക്കാരൻ എന്നുള്ള കാര്യം തന്നെയാണ് അല്ലെ? അന്ന് തോക്കുണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒരു അന്വേഷണം ഉണ്ടായില്ല, അത് മായ്ച്ചു കളഞ്ഞു എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. വീടിനകത്ത് കയറി ആക്രമിച്ച വിഷയമാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഈ ബാലയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തോക്ക് പിടിച്ചെടുക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല? ബാലയെ പോലെയുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നത് ശരിയാണോ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് ഇതൊക്കെ കാണുന്നുണ്ടോ? നല്ല ചോദ്യങ്ങളാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. സാധാരണക്കാരന്റെ നെഞ്ചത്ത് താണ്ഡവം ആടാൻ പണക്കാരൻ എന്നും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അതിനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയാണ് നിയമത്തിൽ ചെയ്യുക എന്നിട്ടുള്ളത്. ഇതിനൊന്നും താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നടന്നേക്കുന്നത്. ഈ ഒരു ജീവനോട് ഇരിക്കുന്ന തന്നെ അത്ഭുതമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇതുപോലെ ടോർച്ചർ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യർ അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കും. തീർച്ചയായിട്ടും അവരുടെ വോയിസ് മുഴുവൻ ഞാൻ കണ്ടതാണ്. ആ വോയിസുകളിൽ സത്യത്തിൽ അവർ അനുഭവിച്ച വിഷയങ്ങൾ നിങ്ങൾ ഓരോ കഷ്ണമായിട്ട് ഒന്ന് കേട്ട് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. അവരുടെ 1.5 മണിക്കൂറൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെ കേട്ട് കണ്ട് അതിൽ വളരെ നിർണായകമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരു എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 1.5 മണിക്കൂർ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമാണ് ഞാൻ അന്ന് കൊടുത്തിട്ടുള്ളത്. അതോ വയലൻസിന്റെ അങ്ങേയറ്റാണെന്നുള്ളതാണ്. വീട്ടിലത്തെ ഈ ആളുകളുടെ മുന്നിലിട്ടുകൊണ്ട് ഓരോന്ന് ചെയ്തതും അവരെ ചീറ്റ് ചെയ്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നിരന്തരം ഒരു വീഡിയോ ഒന്നും. കസ്തൂരി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആരാണെന്നറിയില്ല, ഈ ബാലയുടെ ആരോ ആണെന്ന് തന്നെയാണ് എലിസബത്ത് വിശ്വസിക്കുന്നത്. കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ കമന്റുകളിലൂടെ പറയുന്നുണ്ട്. എന്നിട്ട് ബാല വന്ന് കൈമലർത്തി എനിക്കറിയില്ല എന്നുള്ളത്.
ഇവിടെ എലിസബത്തിന്റെ വിഷയം ഭയങ്കര ജെനുവിൻ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം അവർക്ക് തീരെ ധൈര്യമില്ല സംസാരിക്കുക. ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഒരു വർഷത്തിന് ശേഷമാണ് അവർ കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത്. അവരെ നിയമപരമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കുള്ള പരിഗണനകൾ കൊടുക്കുക, ഇതൊക്കെ പൈസ ഉള്ളവന് എന്തു ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലൂടെ പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ എങ്കിൽ നാളെ നമ്മൾക്ക് എന്ത് വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ജീവിക്കുക എന്നുള്ളതാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോസ് കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിക്കാനും ആ ഒരു സ്ത്രീക്കുണ്ടായ ആ ദുരനുഭവത്തിനെ പുറം ലോകത്തേക്ക് എത്തിക്കുകയും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുന്നത് വരെ നമ്മൾ പണിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വലിയ നിയമങ്ങളുണ്ട്, സ്ത്രീ സുരക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വെറും പേപ്പറിൽ മാത്രമാവുന്നത് ശരിയാണോ? ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരുവതിരൊക്കെ സന്ദീപ്. സൈനിങ് ഓഫ്.